എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 110-ാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചാലോ. ദീനാമ്മച്ചിയുടെ ശബ്ദം അത്രയും ഉയർന്നു കേട്ട സന്ദർഭങ്ങൾ കിച്ചുവിൻ്റെ ഓർമ്മയിലില്ല. പൊതുവെ ശാന്തപ്രകൃതിയാണല്ലോ അമ്മച്ചി. ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരുന്ന അപൂർവം ചില സാഹചര്യങ്ങളിൽ അവർ പോലും അറിയാതെ ശബ്ദം ഉയർന്നു പോകുന്നതാണ്, അല്ലാതെ മനഃപൂർവ്വമല്ല. മറുപടിയായി എന്തു പറയണം എന്നതായിരുന്നു കിച്ചുവിൻ്റെ ശങ്ക. വക്കച്ചൻ ചേട്ടൻ്റെ നേരെ നോക്കിയപ്പോൾ പ്രത്യേകമായ ഒരു ഉത്തരവും കിച്ചുവിന് ലഭിച്ചില്ല. നീ എന്താടാ കുന്തം വിഴുങ്ങിയ കോഴിയുടെ കൂട്ട് നിൽക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറ. ചുമ്മാ പ്രേമിക്കാൻ പഠിച്ചാൽ മാത്രം പോരാ, കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാനും പഠിക്കണം. വെറുതെ ഇങ്ങനെ എന്തെങ്കിലും കുറേ പഠിച്ചു ജോലിക്കാരനായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ആ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാതെ അമ്മച്ചി അടങ്ങിയിരിക്കില്ല. അടങ്ങിയിരിക്കേണ്ട സമയത്ത് അടങ്ങിയിരിക്കണം. തീരുമാനമുണ്ടാക്കേണ്ടപ്പോൾ ഉണ്ടാക്കണം. അമ്മച്ചിക്കൊരു മരുമകളെ കിട്ടുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണെന്ന് തോന്നുന്നു കൂടുതൽ താല്പര്യം. അമ്മായിയമ്മയാകാവുന്ന കാര്യമാണേ. അല്ലെങ്കിലും അനുവിൻ്റെ കാര്യത്തിൽ അമ്മച്ചിക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. അവൾക്കൊരു ബുദ്ധിമുട്ട് വരും എന്ന് കേട്ടതുകൊണ്ടായിരിക്കും ഇത്ര കൂടുതൽ ദേഷ്യം. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ച് വിവരം പറയാമെന്നാണ് അനു പറഞ്ഞിരിക്കുന്നത്. അവൾ അങ്ങനെ ചെയ്യാതിരിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അമ്മച്ചി പറഞ്ഞതുപോലെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരാം. വിളിച്ചുകൊണ്ട് കയറി ചെല്ലാൻ ഒരു വീടില്ലല്ലോ എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രശ്നം. ഏതായാലും ഇങ്ങോട്ട് വരാൻ പറഞ്ഞതുകൊണ്ട് ആ പ്രശ്നം തീർന്നല്ലോ. ഇവന് അങ്ങനെ വിചാരിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? ഇവൻ്റെ സ്വന്തം വീടായി തന്നെയല്ലേ ഇവനിപ്പോൾ ഇവിടെ ജീവിക്കുന്നത്. ഏതെങ്കിലും കാര്യത്തിലൊരു കുറവ് വരുന്നുണ്ടോ? എന്നതെല്ലാം ചെയ്തിട്ടും ഇനിയും അവനിത് സ്വന്തം വീടല്ലേ? ഇത്രയൊക്കെ ആയിട്ടും അവൻ അങ്ങനെ വിചാരിച്ചത് ശരിയാണോ? വക്കച്ചൻ ചേട്ടനാണ് മറുപടി പറഞ്ഞത്. അത്ര നേരവും ചേട്ടൻ മിണ്ടാതിരിക്കുകയായിരുന്നു. പറയേണ്ടപ്പോൾ മാത്രം പറയുന്നതാണ് വക്കച്ചൻ്റെ രീതി. കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി കഴിഞ്ഞു മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ വക്കച്ചൻ ചേട്ടൻ അഭിപ്രായം പറയൂ. അതാണ് അങ്ങേരുടെ സ്വഭാവം. ദീനാമേ, നീ അങ്ങനെ ചോദിച്ചാൽ അതിപ്പോൾ അവൻ ചെയ്തതാണ് ശരിയെന്ന് ഞാൻ പറയും. കാര്യമൊക്കെ ശരി, അവനിവിടെ ഒരു കുറവും ഇല്ല. ഇവിടെ അവൻ താമസിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു ദിവസം ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരാൻ ആരായാലും മടിക്കും. നമ്മളുടെ പ്രതികരണം എന്താകുമെന്ന് ന്യായമായി അവനെന്നല്ല ഏതൊരുവനാണെങ്കിലും സംശയിക്കാതിരിക്കില്ല. അവന് ഇത്ര കാലമായിട്ടും ഞങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ സംശയമുണ്ടായെങ്കിൽ തന്നെ ഉണ്ടാകുന്നത് എന്നായിരുന്നു അപ്പോഴും ദീനാമ്മച്ചിയുടെ ചിന്ത. 4-5 കൊല്ലമായില്ലേ അവൻ ഞങ്ങളെ ഒരു ദിവസം പോലും മെനക്കെടാതെ കാണുന്നു. ഇത്ര കാലം കൊണ്ട് ഒരാൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ കഴിയില്ലേ? ആളുകളെ മനസ്സിലാക്കുന്നത് ഓരോ സാഹചര്യങ്ങളിൽ കൂടിയാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഇതിനു മുൻപ് വരാത്തതുകൊണ്ട് അവന് തീർച്ചയായും സംശയമുണ്ടാകും. ഇനി അവൻ സംശയിച്ചില്ലെങ്കിൽ തന്നെ അവൻ്റെ കൂടെ വരുന്ന പെണ്ണിന് സംശയമുണ്ടായിരിക്കില്ലേ? അപ്പോൾ പിന്നെ ചോദിച്ച് കാര്യത്തിനൊരു തീരുമാനമുണ്ടാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അത് കഴിഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെങ്കിൽ ഒട്ടും സംശയിക്കേണ്ടതില്ലല്ലോ. നീ ചിന്തിച്ചു നോക്കിക്കേ, അതല്ലേ അതിൻ്റെ ശരി. വക്കച്ചൻ ചേട്ടൻ പറഞ്ഞതിൽ നിന്നും കിച്ചു മടിച്ച കാര്യത്തിലുള്ള പരിഭവം അമ്മച്ചിക്ക് മാറിക്കാണുമെന്ന് അവന് തോന്നി. വിളിച്ചുകൊണ്ട് വരേണ്ട, ഇറങ്ങി വന്നാൽ ഒട്ടും മടിക്കാതെ കൂട്ടിക്കൊണ്ടു പോരേ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സംശയമേ വേണ്ട. അങ്ങനെ വക്കച്ചൻ ചേട്ടൻ പറഞ്ഞാൽ പിന്നെ ആ വാക്കിൽ നിന്ന് പിന്നോട്ട് പോക്ക് ഉണ്ടാവില്ല. ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് തന്നെ ഉറപ്പിക്കാം. സമയം കുറേ ആയല്ലോ. ഇത്ര നേരമായിട്ടും അവൾ വിളിക്കുന്നില്ലല്ലോ. എന്തായിരിക്കും ഇപ്പോൾ അവിടെ നടക്കുന്നത്? ആർക്കറിയാം.
അതിനെപ്പറ്റി ഒന്നും സങ്കല്പിക്കാൻ കഴിയില്ല. അല്പം പോലും തൻ്റെ ഇടമില്ലാത്ത ഒരു പാവത്താനൊന്നുമല്ല അവൾ. സാഹചര്യത്തിനനുസരിച്ച് വേണ്ടത് ചെയ്തു കൊള്ളും. ഇനി അവരവിടെ നിന്നും ഇറക്കി വിട്ടാൽ തന്നെ നടന്ന് ഇവിടെ വരെ അവൾക്കെത്താൻ കഴിയും. രാത്രിയാണ് എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത്രയങ്ങ് കടന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. രാത്രിയിലൊന്നും ഒരു കാരണവശാലും അവളെ അവർ ഇറക്കി വിടില്ല. അങ്ങനെയൊക്കെ ഇറക്കി വിടാനായിരുന്നെങ്കിൽ ഇത്ര കാലം സംരക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എല്ലാം കാണുന്ന ദൈവം തമ്പുരാൻ ഇക്കാര്യത്തിനും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും. എല്ലാ കാര്യത്തിനും വേണ്ടതുപോലെ ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ ദൈവത്തിന് കഴിയും. നീ മുട്ടിപ്പായി തമ്പുരാനോട് തന്നെ പറയടാ. അവിടുന്ന് വേണ്ട തീരുമാനങ്ങൾ ഉണ്ടാക്കി തന്നുകൊള്ളും. നീ അതനുസരിക്കാൻ നിന്നാൽ മാത്രം മതി. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയും കഴിഞ്ഞ് അത്താഴം കഴിക്കാം. അത്താഴം കഴിഞ്ഞ് പിന്നെയും കുറേ നേരം കൂടി കിച്ചു കാത്തിരുന്നു. എന്നാലും അന്ന് അനുവിൽ നിന്നും ഒരു വിവരവും കിട്ടിയില്ല. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കിച്ചു ഉറപ്പിച്ചു വിശ്വസിച്ചു. പിറ്റേ ദിവസം രാവിലെ പള്ളിമുറ്റത്ത് വെച്ച് അനുവിനെ കണ്ടു. തലേന്ന് നടന്ന സംഭവങ്ങളൊക്കെ അവൾ ഏകദേശം ചുരുക്കി കിച്ചുവിന് പറഞ്ഞു കൊടുത്തു. കിച്ചുവിന് സമാധാനമായി. വേണമെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ചെല്ലാൻ ചേടത്തി പറഞ്ഞ കാര്യം മാത്രം കിച്ചുവും അവളോട് പറഞ്ഞു. തൽക്കാലം ഉണ്ടായ പ്രശ്നങ്ങൾ അടങ്ങിയ സമാധാനത്തിൽ അവർ രണ്ടുപേരും തിങ്കളാഴ്ച രാവിലെ 2 സ്ഥലത്തേക്ക് ജോലിക്കായി പോയി. ജോലി സ്ഥലത്ത് കാര്യമായ പ്രശ്നങ്ങളൊന്നും സാധാരണ ഉണ്ടാവാറില്ലാത്തതാണ്. ഇന്ന് പക്ഷേ 2 കാര്യങ്ങളുടെ പേരിൽ ജനങ്ങളുടെ പ്രതിഷേധമായിരുന്നു. എവിടെയോ ഒരു സ്ഥലത്ത് റോഡിൻ്റെ ടാറിങ് നടക്കാത്തതിനെതിരെയും മറ്റൊരു സ്ഥലത്ത് ഒരു പാലം പണി ആവശ്യപ്പെട്ടുകൊണ്ടുമായിരുന്നു പ്രതിഷേധം. അതിൻ്റെ ഭാഗമായി PWD ഓഫീസ് ഉപരോധിച്ചു കൊണ്ടുള്ളതായിരുന്നു അവരുടെ പ്രതിഷേധം. അനു ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് അങ്ങനെ പൊതുജനങ്ങളുടെ ഒരു പ്രതിഷേധം കാണുന്നത്. രാവിലെ ഓഫീസിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ അതിന് പുറത്ത് നിറയെ ആളുകൾ കൂടി നിൽക്കുന്നു. തന്നെ അങ്ങോട്ട് കയറ്റി വിടില്ല എന്നാണ് അനു വിചാരിച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ആളുകൾ അനുവിന് വഴി കൊടുത്തു. അനു അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അകത്ത് അർജുൻ സാറും സമരക്കാരും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സമാധാനപരമായ അന്തരീക്ഷത്തിലുള്ള സംസാരമാണ് നടക്കുന്നത്. പുറത്ത് നടക്കുന്ന പിക്കറ്റിംഗ് ആണെങ്കിലും സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകുന്നു. സാധാരണയിലും കുറച്ച് ശബ്ദം കൂടുതലുണ്ടെന്ന് മാത്രം. ഈ ഒച്ചയും ബഹളവും ഉള്ളപ്പോൾ എങ്ങനെ ജോലി ചെയ്യും? പെട്ടെന്ന് തന്നെ തീർക്കേണ്ട കുറേ ജോലികളുണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടിയാണ് അല്പം നേരത്തെ തന്നെ ഇങ്ങ് പോന്നത്. പക്ഷേ വെറുതെ ആയെന്ന് തോന്നുന്നല്ലോ. ജോലി ചെയ്യുക എന്ന ഒരേ ഒരു ലക്ഷ്യമേ ഇവൾക്കുള്ളല്ലോ. ഇങ്ങനെയുള്ള ദിവസങ്ങളിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് ജോലി ചെയ്യാതെ ഇരിക്കാൻ മേലേ. പുറത്ത് പിക്കറ്റിങ്ങിനായി വന്നിരിക്കുന്നവരിൽ നല്ല സുന്ദരന്മാരുണ്ട്. അവരെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്ത് രസമാണ്. അവരിൽ പലരും നമ്മൾ ഇങ്ങോട്ട് കയറിപ്പോരുമ്പോൾ നോക്കി വെള്ളമിറക്കിയവരാണ്. അവരെ നമുക്കും ഒന്ന് പരിഗണിക്കാമായിരുന്നില്ലേ? ജോലി ചെയ്യുക എന്നത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നാൽ അതൊന്നും നടക്കില്ല. നിലാവുദിക്കുവോളം മൃഗം നിൽക്കില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ സുന്ദരന്മാർ അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ എവിടെ നിന്ന് അവരെ കാണാൻ കഴിയും? ആയിടെ പുതിയതായി വന്ന് ജോയിൻ ചെയ്ത ഗ്രേഡ് 1 ഓവർസിയറാണ് അഞ്ജു ജോർജ്. മെലിഞ്ഞിട്ടാണെങ്കിലും കാണാൻ സുന്ദരിയായ ഒരു 22കാരി. ഒരുങ്ങി വരുന്ന കാര്യത്തിൽ നല്ല താല്പര്യമാണ്. എന്നാൽ ജോലി ചെയ്യുന്ന കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. അവൾ അനുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു. അനു സാർ ഇങ്ങോട്ട് കയറിപ്പോന്നപ്പോൾ 2-3 പേർ കാര്യമായി നോക്കുന്നുണ്ടായിരുന്നല്ലോ. സാർ അവരെ ശ്രദ്ധിച്ചില്ലേ? ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കേ. വെളുത്തു മെലിഞ്ഞ ഒരു സുന്ദരൻ. അവൻ്റെ നോട്ടം സാറിൻ്റെ നേരെ തന്നെയാണ്. അവനൊക്കെ പിക്കറ്റിങ്ങിന് വരുന്നത് പൊതുക്കാര്യത്തിനു വേണ്ടിയൊന്നും ആയിരിക്കില്ല. മിക്കവാറും ഓഫീസിലെ ലേഡി സ്റ്റാഫിനെ കാണാൻ ആണെന്ന് തോന്നുന്നു. അതാണോ ശരി? ഓവർസിയർ അങ്ങോട്ട് നോക്കിയല്ലേ അവരെ പ്രലോഭിപ്പിച്ചത്?
അതുകൊണ്ടല്ലേ അവർ കാര്യമായി ഇങ്ങോട്ട് നോക്കിയത്? സുന്ദരിയായ ഒരു പെണ്ണ് താൽപ്പര്യപൂർവ്വം നോക്കിയാൽ തിരിച്ചു നോക്കാത്ത ആണുങ്ങൾ ആരാണുള്ളത്? അതിപ്പോൾ സമരം ചെയ്യാൻ വന്നവനാണെങ്കിലും ശരി, വഴിയെ നടന്നു പോകുന്ന യുവാവാണെങ്കിലും ശരി. അപ്പോൾ താൻ നോക്കിയത് അനു സാർ കണ്ടുപിടിച്ചു. സീനിയറാണെങ്കിലും പ്രായത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് സാറും നോക്കിയിട്ടുണ്ടാകും. താൽപ്പര്യപൂർവ്വം നോക്കുന്നയാളെ മറ്റൊരാൾ നോക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ വരാൻ ഒരു ന്യായവും കാണുന്നില്ല. ഞാൻ എന്തായാലും ജോലിക്കിരിക്കുന്നില്ല. ഈ ശബ്ദത്തിനിടയ്ക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്നൊരു ന്യായം പറയാം. അല്ലെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന ഓഫീസിലും ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു. പിക്കറ്റിങ്ങോ മറ്റോ ഉള്ള ദിവസങ്ങളിൽ ജോലി ചെയ്യില്ല. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അന്ന് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയും. അന്നത്തെ ശമ്പളം ഇവർ ആരും ഒഴിവാക്കില്ല. എന്ത് കാരണത്താൽ ജോലി ചെയ്യാതിരിക്കാം എന്നാണ് അവരുടെ നോട്ടം. ഏതെങ്കിലും കാരണവശാൽ അന്നത്തെ ദിവസം ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ ഇവർ ആരെങ്കിലും തയ്യാറാകുമോ? ഒരു കാരണവശാലും അതിന് സമ്മതിക്കില്ല. എന്നിട്ട് അവരാണ് ശമ്പളം മേടിച്ചിട്ടും ജോലി ചെയ്യരുത് എന്ന് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിക്കറ്റിങ്ങുകാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് അർജുൻ സാർ ഉറപ്പ് നൽകി. ആ ഉറപ്പിൻ്റെ ബലത്തിൽ അവർ പിക്കറ്റിങ് മതിയാക്കി പോവുകയും ചെയ്തു. അവർക്ക് കിട്ടാനുള്ളത് ഉറപ്പായിരുന്നു. അത് കിട്ടിയല്ലോ, ഇനി പോകാമല്ലോ. അവരിൽ ഒരുത്തൻ അഞ്ജുവിനെ കൈ കാണിച്ചിട്ട് പോകുന്നത് അനു കണ്ടു. അവൾ അതിന് പ്രതികരിക്കാനൊന്നും പോയില്ല. എന്നാൽ കിച്ചുവിൻ്റെ ഓഫീസിൽ ഇത്തരം യാതൊരു പ്രശ്നങ്ങളുമില്ല. നേരിട്ട് പൊതുജനങ്ങളുടെ കാര്യങ്ങൾ അവിടേക്ക് വരുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ഉപരോധിക്കാനൊന്നും ആരും പോവുകയുമില്ല. സ്വസ്ഥമായി മുഴുവൻ സമയവും ജോലി ചെയ്യാം. അതാണ് കിച്ചുവിന് ഏറ്റവും ഇഷ്ടം. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഒരു സ്ഥലം കിട്ടുകയും ചെയ്തു. അടുത്ത ശനി 2ാം ശനിയാഴ്ച ആയതുകൊണ്ട് കിച്ചുവിനും അനുവിനുമെല്ലാം അവധിയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ അവർ നിരത്തുംതട്ടിന് പോകും. അന്നും രണ്ടുപേരും തമ്മിൽ കണ്ടത് കോതമംഗലത്ത് വെച്ച് തന്നെയാണ്. അനു ബസ് കാത്തു നിൽക്കുമ്പോഴേക്കും കിച്ചു അവിടെ വന്നിറങ്ങി. പിന്നെ അധിക നേരം കാത്തു നിൽക്കാതെ അവർക്ക് നിരത്തുംതട്ടിനുള്ള ബസ് കിട്ടുകയും ചെയ്തു. കിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ വക്കച്ചൻ ചേട്ടനും ചേട്ടത്തിയും അവനെ നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. അന്ന് ചെല്ലുമെന്ന് പറഞ്ഞതുകൊണ്ട് കാത്തിരുന്നു എന്ന് മാത്രം. വേറെ ആരെയും കാത്തിരിക്കാനില്ലാത്ത 2 പേർക്ക് വരുമെന്ന് പറഞ്ഞവനെയെങ്കിലും കാത്തിരിക്കാതിരിക്കാൻ തോന്നുമോ? അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ഒരാളെ കാത്തിരിക്കുന്ന ദിവസം എന്ന പ്രാധാന്യം. കിച്ചു വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഗേറ്റിന് മുൻപിൽ ഒരു വാഹനം വന്നു നിന്നത്. ആരായിരിക്കാം ഈ വൈകിയ നേരത്ത് ഇങ്ങോട്ട് വരുന്നത് എന്നറിയാൻ കിച്ചു എത്തി വലിഞ്ഞ് ഒന്ന് നോക്കി. അത് ബാങ്കിൻ്റെ വണ്ടിയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കിച്ചുവിന് മനസ്സിലായി. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ. അവർക്കും കഥയുടെ ഓരോ ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരമുണ്ടാകുമല്ലോ. കൂടുതൽ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തന്നെയാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നന്മ വരട്ടെ. ഓക്കെ.